Hello dear students, welcome back to Comics Tutorial. ഇൻട്രൊഡക്ഷൻ ടു കമ്പനീസ് ആക്ട് 2013 എന്ന ചാപ്റ്ററിൻ്റെ അഞ്ചാമത്തെ പാർട്ട് വീഡിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മുമ്പുള്ള 4 പാർട്ടിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്നുള്ളത് കൈൻഡ്സ് ഓഫ് കമ്പനി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കമ്പനിയെ ഡിഫറെൻറ്റ് ടൈപ്സിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓൺ ദ ബേസ് ഓഫ് ഇൻകോർപ്പറേഷൻ, ഓൺ ദ ബേസ് ഓഫ് ലാബിലിറ്റി, ഓൺ ദ ബേസ് ഓഫ് നമ്പേഴ്സ്, ഓണർഷിപ്പ്, കൺട്രോൾ, നാഷണാലിറ്റി ആൻഡ് അതർ ഫോംസ് ഓഫ് കമ്പനി. ഇതിൽ ഓൾറെഡി നമ്മൾ ആദ്യത്തെ ഈ 3 കാറ്റഗറിയും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓൺ ദ ബേസ് ഓഫ് ഇൻകോർപ്പറേഷൻ, ഓൺ ദ ബേസ് ഓഫ് ലാബിലിറ്റി ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ്. ഇനി നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാക്കിയുള്ള 4 ടൈപ്പ് ക്ലാസിഫിക്കേഷനാണ്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനാണ്, അഥവാ 4ാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്. ഓണർഷിപ്പിൻ്റെ ബേസിസിൽ കമ്പനിയെ 2 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഗവൺമെൻറ് കമ്പനി ആൻഡ് നോൺ ഗവൺമെൻറ് കമ്പനി. ഓക്കെ, അപ്പോൾ എന്താണ് ഗവൺമെൻറ് കമ്പനി? നമ്മൾ മുമ്പുള്ള ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഗവൺമെൻറ് കമ്പനി എന്താണെന്നുള്ളത്, അല്ലേ? അപ്പോൾ ഗവൺമെൻറ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ ഓണർഷിപ്പ് ഉള്ളതോ അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് ഒക്കെ ആരാകും? സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ആവും. അങ്ങനെയുള്ള കമ്പനിയാണ് ഗവൺമെൻറ് കമ്പനി എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013. അപ്പോൾ കമ്പനീസ് ആക്ട് 2013 എന്താണ് ഗവൺമെൻറ് കമ്പനി എന്നുള്ളതിന് ഒരു മീനിങ് പറയുന്നുണ്ട്. എനി കമ്പനി in which not less than 51% of paid up share capital is held by the central government or by any state government or by government or partly by the central government and partly by one or more state government. സെൻട്രൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൂടി ഒരു കമ്പനിയുടെ 51% കുറയാതെ പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റൽ ഹെൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കമ്പനിയാണ് ഗവൺമെൻറ് കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ 51%നേക്കാൾ കൂടുതൽ ഷെയർ ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ഹെൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കമ്പനിയെ ഗവൺമെൻറ് കമ്പനി എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് കമ്പനിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എ കമ്പനി വിച്ച് ഈസ് എ സബ്സിഡറി കമ്പനി ഓഫ് സച്ച് എ ഗവൺമെൻറ് കമ്പനി. അപ്പോൾ ഒരു ഗവൺമെൻറ് കമ്പനിയുടെ സബ്സിഡറി കമ്പനിയുണ്ട്, അതും ഗവൺമെൻറ് കമ്പനിയായിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് കമ്പനിയുടെ സബ്സിഡറി കമ്പനി പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ പോലും അതിനെന്തായിട്ട് ട്രീറ്റ് ചെയ്യും? ഗവൺമെൻറ് കമ്പനിയായിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ, നോൺ ഗവൺമെൻറ് കമ്പനീസ്. നോൺ ഗവൺമെൻറ് കമ്പനി ഇൻക്ലൂഡ് ഓൾ ദോസ് കമ്പനീസ് വിച്ച് ആർ രജിസ്റ്റേർഡ് അണ്ടർ ദി കമ്പനീസ് ആക്ട് ബട്ട് നോട്ട് ആസ് എ ഗവൺമെൻറ് കമ്പനി. നോൺ ഗവൺമെൻറ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഗവൺമെൻറ് കമ്പനി അല്ലാത്ത എല്ലാ കമ്പനിയെയും നോൺ ഗവൺമെൻറ് കമ്പനീസ് എന്ന് പറയുന്നു. അപ്പോൾ ഗവൺമെൻറ് കമ്പനി അല്ലെങ്കിൽ പിന്നെ അത് ഏതാകും? നോൺ ഗവൺമെൻറ് കമ്പനി ആകും. ഓക്കെ, ഒരു കമ്പനി ആ കമ്പനി ഹോൾഡിംഗ് കമ്പനിയാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് വേറെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ കൺട്രോൾ ഉണ്ടായിരിക്കണം. വേറെ ഏതെങ്കിലും കമ്പനിയുടെ മേൽ കൺട്രോൾ ഉണ്ടെങ്കിൽ ആ കൺട്രോൾ ഉള്ള കമ്പനിയെയാണ് എന്ത് പറയുന്നത്? ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, പി ലിമിറ്റഡ് ഉണ്ട്, എസ് ലിമിറ്റഡ് ഉണ്ട്. പി ലിമിറ്റഡിന് എസ് ലിമിറ്റഡിന്മേൽ എന്തുണ്ട്? കൺട്രോൾ ഉണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പോൾ ഒരു 51% ഷെയർ ആര് വാങ്ങിയിട്ടുണ്ട്? എസ് ലിമിറ്റഡിൻ്റെ ഷെയർ പി ലിമിറ്റഡ് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എസ് ലിമിറ്റഡിൽ കൺട്രോൾ ആർക്കുണ്ടാകും? പി ലിമിറ്റഡ് ഉണ്ടാകും. അപ്പോൾ ഇവിടെ ആർക്കാണോ കൺട്രോൾ ഉള്ളത് അവരെയാണ് എന്ത് പറയുന്നത്? ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ എസ് ലിമിറ്റഡ് ആരാകും? സബ്സിഡറി കമ്പനിയാകും. ആരെയാണോ കൺട്രോൾ ചെയ്യപ്പെടുന്നത് അവരെ സബ്സിഡറി കമ്പനി എന്ന് പറയുന്നു. ഓക്കെ, അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ 46 ഓഫ് കമ്പനീസ് ആക്ട് 2013, holding company in relation to one or more other companies means a company of which such company are subsidiary companies. നെക്സ്റ്റ്, സബ്സിഡിയറി കമ്പനി. എന്താണ് സബ്സിഡിയറി കമ്പനി എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എങ്കിലും ആ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ 87 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013. അപ്പോൾ കമ്പനീസ് ആക്ട് 2013 പ്രകാരം സബ്സിഡിയറി കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ മറ്റൊരു കമ്പനിയെ ബന്ധപ്പെടുത്തിയിട്ട് ഒരു കമ്പനിയെ സബ്സിഡറി കമ്പനി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ മറ്റേ കമ്പനിക്ക് അഥവാ ഹോൾഡിംഗ് കമ്പനിക്ക് സബ്സിഡറി കമ്പനിയിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, കോമ്പോസിഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ കൺട്രോൾ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ
exercise or control more than one half of the total voting power, either its own or together with one or more of its subsidiary company. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്, ഹോൾഡിംഗ് കമ്പനിക്ക് സബ്സിഡിയറി കമ്പനിയിൽ എത്ര മോർ ദാൻ 1/2 മോർ ദാൻ 50%നേക്കാൾ വോട്ടിംഗ് പവർ ഉണ്ടെങ്കിൽ, അതുപോലെ മോർ ദാൻ 50% വോട്ടിംഗ് പവർ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടും കൺട്രോൾ ആരുടെ കയ്യിലായിരിക്കും, ഹോൾഡിംഗ് കമ്പനിയുടെ കയ്യിലായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു കമ്പനിയിൽ മോർ ദാൻ 50% വോട്ടിംഗ് പവർ കരസ്ഥമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരാണോ മോർ ദാൻ 50% വോട്ടിംഗ് പവർ കരസ്ഥമാക്കുന്നത് അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ടും കൺട്രോൾ വരും. ഓക്കെ, അത് ഈ വോട്ടിംഗ് പവർ പാരൻറ്റ് കമ്പനി അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനിക്ക് അതെന്ത് ചെയ്യാം, ഒറ്റയ്ക്ക് അത് കരസ്ഥമാക്കാം, അല്ലെങ്കിൽ ടുഗദർ വിത്ത് വൺ ഓർ മോർ ഓഫ് ഇറ്റ് സബ്സിഡറി കമ്പനി. ഓക്കെ, ആ കമ്പനിക്കോ അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനിയുടെ സബ്സിഡറി കമ്പനി എന്ന് വെച്ചാൽ ഹോൾഡിംഗ് കമ്പനിയുടെ സബ്സിഡറി കമ്പനി എന്ന് പറയുമ്പോൾ അതും ഹോൾഡിംഗ് കമ്പനീൻ്റെ അണ്ടറിലുള്ളതിനാണ്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ 50%നേക്കാൾ വോട്ടിംഗ് പവർ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോൾഡിംഗ് കമ്പനിക്ക് എന്ത് ചെയ്യാം, സബ്സിഡറി കമ്പനിയിൽ കൺട്രോൾ അക്വയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, കൺട്രോൾ രണ്ടിടത്തും കൺട്രോളാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ കൺട്രോൾ അക്വയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഹോൾഡിംഗ് കമ്പനിക്ക് സബ്സിഡറി കമ്പനിയിൽ കൺട്രോൾ അക്വയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നിരിക്കെ അതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ കൺട്രോൾ അക്വയർ ചെയ്യുക. എങ്ങനെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ കൺട്രോൾ അക്വയർ ചെയ്യുക? ഫോർ എക്സാമ്പിൾ ഈ സബ്സിഡറി കമ്പനിയിൽ ഈ ഒരു കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ലിമിറ്റഡിൽ 5 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് വിചാരിക്കുക. അതിൽ 3 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ആരുടെ ഡയറക്ടേഴ്സാണ്, അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനി പറയുന്നത് അനുസരിച്ച് നിൽക്കുന്നവരാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ടും കൺട്രോൾ ആർക്ക് കിട്ടി, ഹോൾഡിംഗ് കമ്പനിക്ക് കിട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ലിമിറ്റഡ് ആണ് എന്ന് വിചാരിക്കുക. എ ലിമിറ്റഡിനെ പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാരാണ് ആ ബി ലിമിറ്റഡിലെ 3 ഡയറക്ടേഴ്സും. 5ൽ 3 ഡയറക്ടേഴ്സും എ ലിമിറ്റഡിൻ്റെ ആൾക്കാരാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബി ലിമിറ്റഡിൻ്റെ കൺട്രോൾ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ കൺട്രോൾ ആർക്ക് കിട്ടി, എ ലിമിറ്റഡിന് കിട്ടി. ഇനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ അങ്ങനെ കൺട്രോൾ അക്വയർ ചെയ്തു. ഇനി വേറെ രീതിയിൽ അക്വയർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ഷെയർ ക്യാപിറ്റൽ അല്ലേ, ആ ഷെയർ ക്യാപിറ്റൽ 51% അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 51% അക്വയർ എന്ന് വെച്ചാൽ അതിനർത്ഥം 51% വോട്ട് അല്ലേ, മോർ ദാൻ 50% വോട്ട് ആർക്ക് കിട്ടി, ഈ എ ലിമിറ്റഡിന് കിട്ടി. ഓക്കെ, അപ്പോൾ ബി ലിമിറ്റഡിൻ്റെ മൊത്തം ഷെയറിൻ്റെ 50% എ ലിമിറ്റഡ് 50%നേക്കാൾ കൂടുതൽ എ ലിമിറ്റഡ് അക്വയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അപ്പോഴും ആർക്ക് കൺട്രോൾ കിട്ടി, എ ലിമിറ്റഡിന് കൺട്രോൾ കിട്ടി. അങ്ങനെ കൺട്രോൾ അക്വയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആരാണോ കൺട്രോൾ അക്വയർ ചെയ്യുന്നത് അവരെ ഹോൾഡിംഗ് കമ്പനിയെന്നും, ആരുടെ കൺട്രോളാണ് അക്വയർ ചെയ്യപ്പെടുന്നത് ഓക്കെ അവരെ സബ്സിഡറി കമ്പനിയെന്നും വിളിക്കുന്നു. ക്ലിയർ. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ഓൺ ദ ബേസിസ് ഓഫ് നാഷണാലിറ്റി. ഓക്കെ, നാഷണാലിറ്റീൻ്റെ ബേസിസിൽ കമ്പനിയെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് ഒന്ന് നാഷണൽ കമ്പനീസ് എന്നും നെക്സ്റ്റ് വൺ ഫോറിൻ കമ്പനീസ് എന്നും. നാഷണൽ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കമ്പനി ഫോംഡ് അണ്ടർ എ സ്പെസിഫിക് കമ്പനി ആക്ട് ഓഫ് നാഷൻ ഈസ് നോൺ ആസ് നാഷണൽ കമ്പനി. ഒരു രാജ്യത്തെ സ്പെസിഫിക് കമ്പനീസ് ആക്ട് പ്രകാരം ഫോം ചെയ്തിട്ടുള്ള കമ്പനിയാണ് നാഷണൽ കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നമ്മൾ കമ്പനീസ് ഫോം ചെയ്യുന്നത് എന്ത് പ്രകാരമാണ്, ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 പ്രകാരമാണ്. അപ്പോൾ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഫോം ചെയ്തിട്ടുള്ള കമ്പനിയെ എന്ത് വിളിക്കുന്നു, ഇന്ത്യൻ കമ്പനി എന്ന് വിളിക്കുന്നു. ക്ലിയർ. നെക്സ്റ്റ് ഫോറിൻ കമ്പനി. ഫോറിൻ കമ്പനി ഈസ് വൺ incorporated outside India as per section 2 subsection 42 of the Companies Act 2013. ഫോറിൻ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് പുറത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഫോം ചെയ്തിട്ടുള്ള കമ്പനിയാണ് ഫോറിൻ കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യക്ക് പുറത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് ആ രാജ്യത്തിൻ്റെ കമ്പനീസ് ആക്ട് പ്രകാരം ഫോം ചെയ്തിട്ടുള്ള കമ്പനിയെയാണ് ഫോറിൻ കമ്പനി എന്ന് പറയുന്നത്. ഫോറിൻ കമ്പനി മീൻസ് എനി കമ്പനി ഓർ ബോഡി കോർപ്പറേറ്റ് ഇൻകോർപ്പറേറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ. നമ്മൾ പറഞ്ഞു ഫോറിൻ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കമ്പനിയോ അല്ലെങ്കിൽ ബോഡി കോർപ്പറേറ്റോ എവിടെയാണ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്, ഔട്ട്സൈഡ് ഇന്ത്യ. പക്ഷേ വിച്ച് ഹാസ് എ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ വെദർ ബൈ ഇറ്റ് സെൽഫ് ഓർ ത്രൂ ആൻ ഏജൻറ്റ് ഫിസിക്കലി ഓർ ത്രൂ ഇലക്ട്രോണിക് മോഡ്. പക്ഷേ ആ ഫോറിൻ കമ്പനിക്ക് എന്തുണ്ട്, പ്ലേസ് ഓഫ് ബിസിനസ് ഇന്ത്യയിലുണ്ട്. ആ ഫോറിൻ കമ്പനി ഡയറക്റ്റായിട്ടോ അല്ലെങ്കിൽ ആ കമ്പനി ഡയറക്റ്റായിട്ടോ അല്ലെങ്കിൽ ത്രൂ ഏജൻറ്റ് വഴിയോ ഫിസിക്കലി ആയിട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽഡിങ്ങും ലാൻഡും പ്രോപ്പർട്ടിയൊക്കെ ഉള്ള രീതിയിൽ ബിസിനസ് ചെയ്യുകയോ അല്ലെങ്കിൽ ത്രൂ ഇലക്ട്രോണിക് മോഡിലൂടെ ഒക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അതെന്താണ് ഫോറിൻ കമ്പനിയായിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ, ആൻഡ് കണ്ടക്ട് എനി ബിസിനസ് ആക്ടിവിറ്റി ഇൻ ഇന്ത്യ ഇൻ എനി അതർ മാനർ.
ഓക്കെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഇന്ത്യയിൽ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഫോറിൻ കമ്പനി എന്ന് വിളിക്കുന്നു. അപ്പോൾ ഫോറിൻ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു രാജ്യത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള കമ്പനി, അവർ ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുന്ന കമ്പനിയെയാണ് ഫോറിൻ കമ്പനി എന്ന് വിളിക്കുന്നത്. ക്ലിയർ? നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനാണ് അഥവാ ലാസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് അതർ ഫോം ഓഫ് കമ്പനി എന്നുള്ളത്. ഓക്കെ, അതർ ഫോംസ് ഓഫ് കമ്പനീസിൽ നമ്മൾ കുറച്ചധികം കമ്പനീസിനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് സ്മോൾ കമ്പനി. ഇപ്പോൾ നമ്മൾ കമ്പനീസ് ആക്ട് 2013 ഫീച്ചേഴ്സ് പറഞ്ഞപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു സ്മോൾ കമ്പനി, ഡിഫക്റ്റ് കമ്പനി എന്നുള്ള പുതിയ കൺസെപ്റ്റൊക്കെ കമ്പനീസ് ആക്ട് 2013 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ സ്മോൾ കമ്പനി എന്നുള്ള കൺസെപ്റ്റ് കമ്പനീസ് ആക്ട് 2013 ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എന്തിനാണ് സ്മോൾ കമ്പനി എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം സ്മോൾ കമ്പനികൾക്ക് റിലീഫും എക്സംഷൻസും ഒക്കെ, ഇപ്പോൾ ടാക്സ് റിലീഫ്, ടാക്സ് എക്സംഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാം എന്ന പർപ്പസോട് കൂടിയിട്ടാണ് സ്മോൾ കമ്പനി എന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ഈ ക്യാപിറ്റലിൻ്റെ ബേസിലും ടേൺ ഓവറിൻ്റെ ബേസിൽ, ക്യാപിറ്റലോ അല്ലെങ്കിൽ അതിൻ്റെ ടേൺ ഓവറിൻ്റെ ബേസിലും ഒക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് സ്മോൾ കമ്പനി എന്നുള്ളത് നമുക്ക് നോക്കാം. Section 2 subsection 85 defines a small company as a company other than a public company. അപ്പോൾ അതെന്താകും? സ്മോൾ കമ്പനി എന്നുള്ളത് എന്ത് കമ്പനിയാവും? പ്രൈവറ്റ് കമ്പനിയാവും. പബ്ലിക് കമ്പനി അല്ലാത്ത കമ്പനിയാണ് എന്ത് വിളിക്കുന്നത്? സ്മോൾ കമ്പനി എന്ന് വിളിക്കുന്നത്. അപ്പോൾ പബ്ലിക് കമ്പനി അല്ല എങ്കിൽ അത് പിന്നെ ഏത് കമ്പനിയാകും? പ്രൈവറ്റ് കമ്പനിയാകും. കൂടാതെ ഒരു പ്രൈവറ്റ് കമ്പനി സ്മോൾ കമ്പനി ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റൽ വിച്ച് ഡസ് നോട്ട് എക്സീഡ് 50 lakh rupees, 50 ലക്ഷത്തിനേക്കാൾ കൂടുതൽ പെയ്ഡപ്പ് ക്യാപിറ്റൽ കൂടാൻ പാടില്ല. ഓർ സച്ച് ഹയർ എമൗണ്ട് ആസ് മേ ബി പ്രെസ്ക്രൈബ്ഡ് വിച്ച് ഷാൽ നോട്ട് ബി മോർ ദാൻ 10 crore, അല്ലെങ്കിൽ എത്രയാണോ പ്രെസ്ക്രൈബ് ചെയ്തിട്ടുള്ള എമൗണ്ട് അതിനേക്കാൾ കൂടാൻ പാടില്ല. ആ പ്രെസ്ക്രൈബ് ചെയ്ത എമൗണ്ട് എന്നുള്ളത് എന്തിനേക്കാൾ കൂടാൻ പാടില്ല? 10 crore കൂടാനും പാടില്ല. ഓക്കെ, ഓർ അല്ലെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷനാണ് പറയുന്നത് ടേൺ ഓവർ ഓഫ് വിച്ച് ഹാസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ദി ഫിനാൻഷ്യൽ ഇയർ ഡസ് നോട്ട് എക്സീഡ് 2 crore rupees ഓർ സച്ച് ഹയർ എമൗണ്ട് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് വിച്ച് ഷാൽ നോട്ട് ബി മോർ ദാൻ 100 crore rupees. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രകാരം ടേൺ ഓവർ എത്രയേക്കാൾ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയറിൻ്റെ തൊട്ട് മുമ്പുള്ള ഇയറിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രകാരം ടേൺ ഓവർ 2 crore കൂടാൻ പാടില്ല. അല്ലെങ്കിൽ ഓർ സച്ച് ഹയർ എമൗണ്ട് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്, എത്രയാണോ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള എമൗണ്ട് അതിനേക്കാൾ കൂടാൻ പാടില്ല. പ്രിസ്ക്രൈബ് ചെയ്ത എമൗണ്ട് 100 crore rupees കൂടാനും പാടില്ല. ഓക്കെ, അപ്പോൾ എന്താണ് സ്മോൾ കമ്പനി എന്ന് പറഞ്ഞു? സ്മോൾ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതർ ദാൻ പബ്ലിക് കമ്പനിയാണ്, ദാറ്റ് ഈസ് പ്രൈവറ്റ് കമ്പനിയാണ്. പെയ്ഡപ്പ് ക്യാപിറ്റൽ 50 ലക്ഷത്തിനേക്കാൾ കൂടാനും പാടില്ല. അതിൻ്റെ ടേൺ ഓവർ 2 crore കൂടാനും പാടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കമ്പനിയാണ് നമ്മൾ സ്മോൾ കമ്പനി എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ഡിഫക്റ്റ് കമ്പനി. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു കമ്പനിയാണ് ഡിഫക്റ്റ് കമ്പനി എന്നുള്ളത്. ഓക്കെ, സെക്ഷൻ 248 പ്രകാരം ഡിഫക്റ്റ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കമ്പനി ഈസ് നോട്ട് ക്യാരിയിങ് ഓൺ എനി ബിസിനസ് ഓർ ഓപ്പറേഷൻ ഫോർ എ പീരീഡ് ഓഫ് 2 immediately preceding ഫിനാൻഷ്യൽ ഇയർ. ഫിനാൻഷ്യൽ ഇയറിൻ്റെ തൊട്ട് മുമ്പുള്ള 2 വർഷം, ആ 2 വർഷത്തിലും ഒരു ബിസിനസ്സും ഒരു ഓപ്പറേഷൻസും എന്ത് ചെയ്തിട്ടില്ല, നടന്നിട്ടില്ല, അങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റീസും ക്യാരി ചെയ്യുന്നില്ല. ആൻഡ് ഹാസ് നോട്ട് മെയ്ഡ് എനി അപ്ലിക്കേഷൻ വിത്തിൻ സച്ച് പീരീഡ് ഫോർ ഒബ്റ്റെയിനിങ് ദി സ്റ്റാറ്റസ് ഓഫ് ഡോർമെൻറ്റ് കമ്പനി അണ്ടർ സെക്ഷൻ 455. സെക്ഷൻ 455 പറഞ്ഞത് പ്രകാരമുള്ള ഡോർമെൻറ്റ് കമ്പനിയുടെ സ്റ്റാറ്റസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള പീരീഡിൻ്റെ ഉള്ളിൽ അപ്ലിക്കേഷൻസും കൊടുത്തിട്ടില്ല. Or a company has failed to commence its business within 1 year of its incorporation. ബിസിനസ് ഇൻകോർപ്പറേറ്റ് ചെയ്തതിന് ശേഷം 1 വർഷമായിട്ടും ബിസിനസ് ഒന്നും കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ബിസിനസ് കമൻസ് ചെയ്യാൻ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ അത്തരം കമ്പനിയെ രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ നിന്ന് ആ കമ്പനിയുടെ പേര് റിമൂവ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കമ്പനിയാണ് ഡിഫക്റ്റ് കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഡിഫക്റ്റ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തു, എന്നിട്ട് 1 വർഷത്തിനുള്ളിൽ അതിൻ്റെ ബിസിനസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇൻകോർപ്പറേറ്റ് ചെയ്തതിൻ്റെ ശേഷം, അപ്പോൾ എന്താണ് ഡിഫക്റ്റ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി, ആ കമ്പനി ഫിനാൻഷ്യൽ ഇയറിൻ്റെ തൊട്ട് മുമ്പുള്ള 2 വർഷമായിട്ടും ഒരു ബിസിനസ്സും എന്ത് ചെയ്യുന്നില്ല, ക്യാരി ചെയ്യുന്നില്ല. കൂടാതെ
അത് ക്യാരി ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഡോർമെൻറ്റ് കമ്പനി എന്ന സ്റ്റാറ്റസ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്ലിക്കേഷൻസും കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഒരു വർഷമായിട്ടും കമ്പനി കമൻസ്മെൻറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഇങ്ങനെയുള്ള കമ്പനി എന്ത് ചെയ്യും, രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എന്നുള്ള അതിൽ നിന്ന് നെയിം റിമൂവ് ചെയ്യും. അപ്പോൾ അങ്ങനെ റിമൂവ് ചെയ്യുന്ന കമ്പനിയെയാണ് ഡിഫൻറ്റ് കമ്പനീസ് എന്ന് പറയുന്നത്. ക്ലിയർ. ഡോർമെൻറ്റ് കമ്പനി എന്ന കമ്പനിയും പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള കമ്പനീസ് ആക്ട് 2013 പ്രകാരം കൊണ്ടുവന്നിട്ടുള്ള ഒരു ന്യൂ കൺസെപ്റ്റാണ്. അപ്പോൾ ഡോർമെൻറ്റ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവ് അല്ലാത്ത കമ്പനി എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നുവെച്ചാൽ ആ കമ്പനി എന്തല്ല, ആക്റ്റീവ് അല്ല. സെക്ഷൻ 455 പ്രകാരം ഡോർമെൻറ്റ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർ എ കമ്പനി ഈസ് ഫോംഡ് ആൻഡ് രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട് ഫോർ എ ഫ്യൂച്ചർ പ്രോജക്റ്റ് ഓർ ടു ഹോൾഡ് ആൻ അസറ്റ് ഓർ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി. ഏതെങ്കിലും ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും അസറ്റ് ഹോൾഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്യൂച്ചർ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ള കമ്പനിയാണ് ഡോർമെൻറ്റ് കമ്പനി. ആൻഡ് ഹാസ് നോ സിഗ്നിഫിക്കൻ്റ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ സച്ച് എ കമ്പനി ഓർ ആൻ ഇനാക്റ്റീവ് കമ്പനി may make an application to the registrar in such a manner as may be prescribed for obtaining the status of dormant company. ഇവിടെ ഈ കമ്പനിക്ക് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ഒന്നും നടക്കുന്നുമില്ല. ഓക്കെ, അങ്ങനെയുള്ള കമ്പനിയാണ്. ആ കമ്പനി എന്താണ്, ഇനാക്റ്റീവ് കമ്പനിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികൾ ഡോർമെൻറ്റ് കമ്പനി എന്ന സ്റ്റാറ്റസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്രെസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ എന്ത് ചെയ്യും, ഒരു അപ്ലിക്കേഷൻസ് രജിസ്ട്രാർക്ക് കൊടുക്കും. ഓക്കെ, അങ്ങനെ ആ ഡോർമെൻറ്റ് സ്റ്റാറ്റസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കമ്പനിയെയാണ് എന്ത് പറയുന്നത്, ഡോർമെൻറ്റ് കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഡോർമെൻറ്റ് കമ്പനി? ഡോർമെൻറ്റ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു ഫ്യൂച്ചർ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അസറ്റ് ഹോൾഡ് ചെയ്യാനോ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ള കമ്പനിയാണ്. അതിന് പ്രത്യേകമായിട്ട് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ഒന്നും നടക്കുന്നില്ല. ഇനാക്റ്റീവ് ആയിട്ടുള്ള കമ്പനിയാണ്. ഓക്കെ, അപ്പോൾ ഇനാക്റ്റീവ് ആയിട്ടുള്ള കമ്പനി ചിലപ്പോൾ ഒരു അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് നടന്നിട്ടില്ല എങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, രജിസ്ട്രാർ ആ നെയിം റിമൂവ് ചെയ്യും. അങ്ങനെ റിമൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഡോർമെൻറ്റ് കമ്പനി എന്ന സ്റ്റാറ്റസിലേക്ക് കിട്ടാൻ വേണ്ടി ഡോർമെൻറ്റ് കമ്പനി എന്ന സ്റ്റാറ്റസ് കിട്ടാൻ വേണ്ടി രജിസ്ട്രാർക്ക് എന്ത് ചെയ്യും, ഒരു അപ്ലിക്കേഷൻസ് ഫയൽ ചെയ്യും. ഓക്കെ, ആപ്ലിക്കേഷൻ പ്രകാരം കൊടുക്കും. അപ്പോൾ അങ്ങനെ രജിസ്ട്രാർ അത് ആക്സെപ്റ്റ് ചെയ്ത് എന്ത് ചെയ്യും, ഡോർമെൻറ്റ് കമ്പനി എന്നാക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ കമ്പനിയുടെ പേര് ഇനാക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ പോലും നെയിം രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ അതിൽ നിന്ന് റിമൂവ് ചെയ്യില്ല. ഓക്കെ, ക്ലിയർ ആയിട്ടാണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ലിസ്റ്റഡ് കമ്പനി. എന്താണ് ലിസ്റ്റഡ് കമ്പനി? അടുത്തൊരു ക്ലാസിഫിക്കേഷനാണ് ലിസ്റ്റഡ്. ഓക്കെ, അതർ ഫോംസ് ഓഫ് കമ്പനിയിൽപ്പെട്ട നെക്സ്റ്റ് കമ്പനിയാണ് ലിസ്റ്റഡ് കമ്പനി. അപ്പോൾ ലിസ്റ്റഡ് കമ്പനി മീൻസ് എ കമ്പനി വിച്ച് ഹാസ് എനി ഓഫ് ഇറ്റ് സെക്യൂരിറ്റീസ് ലിസ്റ്റഡ് എനി റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആ കമ്പനിയുടെ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് എങ്കിൽ അങ്ങനെയുള്ള കമ്പനിയാണ് ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അറിയാം നമുക്ക് അല്ലേ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് BSE NSE എന്നുള്ളത്. അപ്പോൾ ആ BSEയിലോ NSEയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ, ഇന്ത്യയിൽ തന്നെ ഒരുപാട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്, പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് NSE BSE എന്ന് പറഞ്ഞു. അപ്പോൾ ഫോർ എക്സാമ്പിൾ NSEയിലോ BSEയിലോ ആ ഒരു കമ്പനിയുടെ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കമ്പനിയാണ് ലിസ്റ്റഡ് കമ്പനീസ് എന്ന് പറയുന്നത്. ഓക്കെ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിസ്റ്റ് ചെയ്തിരിക്കണം. അപ്പോൾ അങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനിയെയാണ് ലിസ്റ്റഡ് കമ്പനി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, അസോസിയേറ്റ് കമ്പനി. Associate company in relation to another company means a company in which that other company has a significant influence but which is not have a subsidiary company of the company having such influence and include joint venture company. മറ്റൊരു കമ്പനിയെ റിലേറ്റ് ചെയ്തിട്ട് ഒരു കമ്പനിയെ അസോസിയേറ്റ് കമ്പനി ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എ കമ്പനി ഇൻ വിച്ച് ഹാസ് ദാറ്റ് അതർ കമ്പനി ഹാസ് എ സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ്. ഒരു കമ്പനിക്ക് മറ്റേ കമ്പനിയിൽ സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് ആണ് അവിടെ പറയുന്നത്. നമ്മൾ സബ്സിഡറി കമ്പനിയുടെ കേസിൽ പറയുന്നത് എന്താണ്, കൺട്രോൾ ഓവർ അല്ലേ, കൺട്രോൾ അക്യൂർ ചെയ്യണം. പക്ഷേ അസോസിയേറ്റ് കമ്പനിയുടെ കേസിൽ പറയുന്നത് എന്താണ്, സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് ആണ്. ഓക്കെ, ബട്ട് വിച്ച് ഈസ് നോട്ട് എ സബ്സിഡറി കമ്പനി ഓഫ് ദി കമ്പനി ഹാവിങ് സച്ച് ഇൻഫ്ലുവൻസ് ആൻഡ് ഇൻക്ലൂഡ് ജോയിൻറ്റ് വെഞ്ചർ കമ്പനി. അപ്പോൾ സബ്സിഡറി കമ്പനി അല്ല, അസോസിയേറ്റ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ
സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് ആണ്, എന്തല്ല സബ്സിഡറി കമ്പനി അല്ല. ഓക്കെ, അപ്പോൾ സബ്സിഡറി കമ്പനി എന്താകില്ല, അസോസിയേറ്റ് കമ്പനി ആകില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് അതെന്തായി സബ്സിഡറി കമ്പനി ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ ഒരു സബ്സിഡറി കമ്പനി ആവണമെന്നുണ്ടെങ്കിൽ ഒരു കമ്പനിക്ക് എന്തായിരിക്കണം, സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കണം. അതേപോലെ ജോയിൻറ്റ് വെഞ്ചർ കമ്പനിയും എന്തായിട്ട് ട്രീറ്റ് ചെയ്യും, അസോസിയേറ്റ് കമ്പനിയായിട്ട് ട്രീറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ പി ലിമിറ്റഡ് ഉണ്ട്, പിന്നെ ഒരു എ ലിമിറ്റഡ് ഉണ്ട്. ഓക്കെ, എ ലിമിറ്റഡ്. അപ്പോൾ പി ലിമിറ്റഡ് എ ലിമിറ്റഡിൻ്റെ 25% ഷെയർ ക്യാപിറ്റൽ എന്ത് ചെയ്തിട്ടുണ്ട്, അക്വയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോർ ദാൻ 20% ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പി ലിമിറ്റഡിനെ സംബന്ധിച്ചിടത്തോളം എ ലിമിറ്റഡ് എന്താണ്, അസോസിയേറ്റ് കമ്പനിയാണ്. അപ്പോൾ എ ലിമിറ്റഡ് അസോസിയേറ്റഡ് കമ്പനി ഓഫ് പി ലിമിറ്റഡ് ആണ്. ഇനി ഇതന്നെ ഈ ഷെയർ ക്യാപിറ്റൽ ഇപ്പോൾ 25%-ന് പകരം 55% ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെ കൺട്രോൾ അക്വയർ ചെയ്തു. അപ്പോൾ എന്താണ്, എ ലിമിറ്റഡ് പി ലിമിറ്റഡിൻ്റെ സബ്സിഡറി കമ്പനിയാണ് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് അസോസിയേറ്റ് കമ്പനിയും അതേപോലെ സബ്സിഡറി കമ്പനിയുള്ള ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാകും. അസോസിയേറ്റ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് പ്രൊഡ്യൂസർ കമ്പനി. ഓക്കെ, അപ്പോൾ ഈ പ്രൊഡ്യൂസർ കമ്പനി എന്താണെന്നുള്ളത് കമ്പനീസ് ആക്ട് 2013 ഡിഫൈൻ ചെയ്തിട്ടില്ല. അതിനെ ഡീൽ ചെയ്യുന്ന ആക്ട് എന്നുള്ളത് അത് പ്രീവിയസ് ആക്ട് തന്നെയാണ്. കമ്പനീസ് ആക്ട് 1956 പ്രകാരമാണ് പ്രൊഡ്യൂസർ കമ്പനി എന്താണെന്നുള്ളത് പറയുന്നത്. അപ്പോൾ നോക്കാം എന്താണ് പ്രൊഡ്യൂസർ കമ്പനി. എ പ്രൊഡ്യൂസർ കമ്പനി മീൻസ് എ ബോഡി കോർപ്പറേറ്റ് ഹാവിംഗ് ഒബ്ജക്റ്റ് ഓർ ആക്ടിവിറ്റീസ് സ്പെസിഫൈഡ് ഇൻ സെക്ഷൻ 581B ആൻഡ് രജിസ്റ്റേർഡ് ആസ് പ്രൊഡ്യൂസർ കമ്പനി അണ്ടർ ദിസ് ആക്ട്. സെക്ഷൻ 581B പ്രകാരം സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ് ആക്ടിവിറ്റീസൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കോർപ്പറേറ്റ് ബോഡിയാണ്. ആ ഒരു ബോഡി കോർപ്പറേറ്റ് ഈ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്കിൽ, പ്രൊഡ്യൂസർ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ എന്ത് വിളിക്കാം, പ്രൊഡ്യൂസർ കമ്പനി എന്ന് വിളിക്കാം. ദ മെമ്പർഷിപ്പ് ഓഫ് എ പ്രൊഡ്യൂസർ കമ്പനി ഈസ് ഓപ്പൺ ടു സച്ച് പീപ്പിൾ. ആർക്കാണ് ഈ പ്രൊഡ്യൂസർ കമ്പനി എന്നുള്ള മെമ്പർഷിപ്പ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്? ഹൂ ദംസെൽവ് ആർ ദി പ്രൈമറി പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ്. അവരെന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? പ്രൈമറി പ്രൊഡ്യൂസ് ഡീൽ ചെയ്യുന്ന ആൾക്കാരാണ്. ദാറ്റ് ഈസ് എ പേഴ്സൺ എൻഗേജ്ഡ് ഇൻ ആക്ടിവിറ്റി കണക്റ്റഡ് വിത്ത് ഓർ റിലേറ്റഡ് ടു പ്രൈമറി പ്രൊഡ്യൂസ്. അപ്പോൾ പ്രൈമറി പ്രൊഡ്യൂസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യുന്ന അല്ലെങ്കിൽ അതുമായി കണക്റ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ചെയ്യുന്നവർക്കാണ് ഈ പ്രൊഡ്യൂസർ കമ്പനി എന്നുള്ളതിൻ്റെ മെമ്പർഷിപ്പ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് പ്രൈമറി പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പോൾ പ്രൈമറി പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിലൂടെയൊക്കെ അറൈസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാവില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അനിമൽ ഹസ്ബൻഡറി, ഹോർട്ടിക്കൾച്ചർ, ഫ്ലോറിക്കൾച്ചർ, പിസിക്കൾച്ചർ, വിറ്റിക്കൾച്ചർ, ഫോറസ്റ്റ് പ്രൊഡ്യൂസ്, പിന്നെ അതേപോലെ ബി ഫാമിംഗ്, പ്ലാന്റേഷൻ പ്രൊഡക്റ്റ് എക്സെട്ര. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്തിൻ്റെ അണ്ടറിൽ വരും? ഈ പ്രൈമറി പ്രൊഡ്യൂസ് എന്ന കാറ്റഗറിയിൽ വരും. അതേപോലെ തന്നെ കോട്ടേജ് ഇൻഡസ്ട്രീസും ഹാൻഡ്ലൂം അങ്ങനെയുള്ള ഇതിലൊക്കെ എൻഗേജ് ചെയ്യുന്നവരൊക്കെ പ്രൈമറി പ്രൊഡ്യൂസ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൈമറി പ്രൊഡ്യൂസ് ആയിട്ടുള്ള ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്യുന്നവർക്കാണ് പ്രൊഡ്യൂസർ കമ്പനി എന്നുള്ള ആ മെമ്പർഷിപ്പ് കിട്ടുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നിധീസ്. നിധീസ് എ കമ്പനി which has been incorporated with the object of cultivating the habit of thrift and saving among its members, receiving deposit from and lending to members only for their mutual benefit. മെമ്പേഴ്സിൻ്റെ ഇടയിൽ മ്യൂച്വൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ മെമ്പേഴ്സിൻ്റെ മ്യൂച്വൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഡെപ്പോസിറ്റ് റിസീവ് ചെയ്യുകയും ലെൻഡ് ചെയ്യുകയും, ആവശ്യക്കാർക്ക് പണം ലെൻഡ് ചെയ്യുകയും, അങ്ങനെ സേവിങ്സ് ഹാബിറ്റ് കൂട്ടാം എന്നുള്ള, സേവിങ് ഹാബിറ്റ്സ് കൾട്ടിവേറ്റ് ചെയ്യാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഫോം ചെയ്തിട്ടുള്ള കമ്പനിയാണ് നിധീസ് എന്ന് പറയുന്നത്. ആൻഡ് വിച്ച് കംപ്ലൈസ് വിത്ത് സച്ച് റൂൾസ് ആർ പ്രിസ്ക്രൈബ്ഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് ഫോർ റെഗുലേഷൻ ഓഫ് സച്ച് ക്ലാസ് ഓഫ് കമ്പനീസ്. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനീസ് അതെന്ത് ചെയ്യണം? ഗവൺമെൻറ്റിൻ്റെ റൂൾസും റെഗുലേഷൻസും ഒക്കെ ഫോളോ ചെയ്തിട്ടായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിധീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മെമ്പേഴ്സ് കൂടിയിട്ട് ഫോം ചെയ്തിട്ടുള്ള കമ്പനിയാണ് നിധീസ്. ഓക്കെ, അപ്പോൾ അവർ എന്തിനാണ് ഫോം ചെയ്തിട്ടുള്ളത്? അവരുടെ മ്യൂച്വൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്. എന്താ ലക്ഷ്യം? എന്താണ്? അവരുടെ സേവിങ് ഹാബിറ്റ്സ്, ആ മെമ്പേഴ്സിൻ്റെ സേവിങ് ഹാബിറ്റ്സ് ഇൻക്രീസ് ചെയ്യിക്കുക, അതിനെ കൾട്ടിവേറ്റ് ചെയ്യിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അവർ ചെയ്യുന്ന പ്രവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെമ്പേഴ്സിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുന്നു? ഡെപ്പോസിറ്റ് റിസീവ് ചെയ്യുന്നു. ആർക്കാണോ ആവശ്യക്കാർക്ക് എന്ത് ചെയ്യുന്നു? മണി ലെൻഡ് ചെയ്യുന്നു.
ഓക്കെ, അപ്പോൾ കുറച്ച് ആൾക്കാരെ കൂടി ഫോം ചെയ്തിട്ടുള്ളതാണ്. അവരെന്ത് ചെയ്യുന്നു, എക്സസ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് ഫണ്ട് റിസീവ് ചെയ്യുന്നു, എന്നിട്ട് ആവശ്യക്കാർക്ക് അത് കൊടുക്കുന്നു. അങ്ങനെ സേവിങ് ഹാബിറ്റ്സ് കൂട്ടാനും പിന്നെ മിച്ചം വരുന്ന ക്യാഷൊക്കെ അത് എന്താ പറയുക സേവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അവരൊരു മ്യൂച്വൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് നിധീസ് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ആണ് അസോസിയേഷൻ നോട്ട് ഫോർ പ്രോഫിറ്റ്. അപ്പോൾ അതർ ഫോംസ് ഓഫ് കമ്പനിയിലെ ലാസ്റ്റ് ടൈപ്പ് ഓഫ് കമ്പനിയാണ് അത് ഈ അസോസിയേഷൻ ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ അസോസിയേഷൻ ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് എന്നുള്ളത് നമുക്ക് ചുരുക്കിയിട്ട് എന്ത് ചെയ്യാം, ചാരിറ്റബിൾ കമ്പനി അല്ലെങ്കിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നൊക്കെ എന്ത് ചെയ്യാം വിളിക്കാം. അസോസിയേഷൻ നോട്ട് ഫോർ പ്രോഫിറ്റ് എന്തായാലും പറയുന്നത് എനി പേഴ്സൺ ഓർ അസോസിയേഷൻ ഓഫ് പേഴ്സൺ intending to registered as a limited company for charitable purpose can apply for registration of companies with charitable objective. അപ്പോൾ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് പേഴ്സണോ ലിമിറ്റഡ് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്ന കമ്പനിയാണ് ഇത് അസോസിയേഷൻ നോട്ട് ഫോർ പ്രോഫിറ്റ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ മെയിനായിട്ടും ഇങ്ങനെയുള്ള കമ്പനീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിനാണ്, ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇറ്റ് ഷാൾ പ്രൂവ് ടു സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ് ദാറ്റ് സെക്ഷൻ 8 സബ്സെക്ഷൻ 1. ഇപ്പോൾ ചാരിറ്റബിൾ പർപ്പസിനാണ് ഫോം ചെയ്യുന്നത് എങ്കിൽ പോലും ഇവിടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കുറച്ച് റൂൾസ് എന്ത് ചെയ്യണം, സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ഇറ്റ്സ് ഒബ്ജക്റ്റ് ഇൻക്ലൂഡ്. അപ്പോൾ ഈ അസോസിയേഷൻ നോട്ട് ഫോർ പ്രോഫിറ്റ് എന്ന ഈ ഒരു ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ള കമ്പനി അതിൻ്റെ ഒബ്ജക്റ്റ് എന്നുള്ളത് അതിൻ്റെ ലക്ഷ്യം എന്നുള്ളത് എന്തായിരിക്കണം, പ്രൊമോഷൻ ഓഫ് കൊമേഴ്സ് ഓർ ആർട്സ്, സയൻസ്, സ്പോർട്സ്, എഡ്യൂക്കേഷൻ, റിസർച്ച് ആൻഡ് സോഷ്യൽ വെൽഫെയർ, റിലീജിയൻ, ചാരിറ്റി, പ്രൊട്ടക്ഷൻ ഓഫ് എൻവിറോൺമെൻറ്റ് ഓർ എനി സച്ച് അതർ ഒബ്ജക്റ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള പർപ്പസിന് വേണ്ടിയിട്ട് അതിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തതായിരിക്കണം. നെക്സ്റ്റ്, ദ കമ്പനി ഓൺ ഇൻകോർപ്പറേഷൻ ഓഫ് ഇൻറ്റൻഡ് ടു അപ്ലൈ ഇറ്റ്സ് പ്രോഫിറ്റ് ഇഫ് എനി ഓർ അതർ ഇൻകം ഇൻ പ്രൊമോട്ടിംഗ് സച്ച് ഒബ്ജക്റ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനി എന്തായിരിക്കണം, ആ കമ്പനിയുടെ പ്രോഫിറ്റ് എന്തിനു വേണ്ടിയിട്ട് മുകളിൽ പറഞ്ഞിട്ടുള്ള ഈ ഒബ്ജക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടായിരിക്കണം. എന്ത് ലാസ്റ്റ് റൂൾ പറയുന്നത് വെച്ചാൽ കമ്പനി ഇൻറ്റൻഡ് ടു പ്രൊഹിബിറ്റ് പേയ്മെൻറ്റ് ഓഫ് എനി ഡിവിഡൻഡ് ടു ഇറ്റ്സ് മെമ്പേഴ്സ്. ആ കമ്പനിയിൽ കിട്ടുന്ന പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ പ്രോഫിറ്റിന് ഡിവിഡൻ്റ് ആയിട്ട് അതിൻ്റെ മെമ്പേഴ്സിനൊന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഡിവിഡൻഡ് കൊടുക്കുന്നത്, മെമ്പേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നത് എന്താണ്, സ്ട്രിക്റ്റ്ലി ആയിട്ട് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഈ ടൈപ്സ് ഓഫ് കമ്പനീസ് അല്ലെങ്കിൽ കൈൻഡ്സ് ഓഫ് കമ്പനീസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഏകദേശം എല്ലാ കമ്പനിയും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അത് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സീ നെക്സ്റ്റ് ക്ലാസ്.